الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا الله فلا مضل له إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിച്ച് ഇഹലോകവാസം വെടിയുവാൻ എന്നോടും നിങ്ങളെല്ലാവരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. രണ്ടാം ഷഹാദത്ത് ഉച്ചരിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിക്കുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു ബാധ്യതയാണ് ഒരു മുസ്ലിം ഏറ്റെടുക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു സമ്മതം, അതല്ലെങ്കിൽ തന്റേതായ ഒരു ഉറപ്പ് ഓരോരുത്തരും ഏറ്റുപറയുകയാണ്. എന്നാൽ ആ ഷഹാദത്തിന്റെ ഉറപ്പ് തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ കർത്തവ്യം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഖ്സിയത്ത്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകരിലും ശ്രേഷ്ഠനായ പ്രവാചക പരമ്പരക്ക് അവസാനം കുറിച്ചുകൊണ്ടുവന്ന അന്ത്യപ്രവാചകനായ, മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട, ഇനിയൊരു പ്രവാചകൻ വരാനില്ലെന്നും പ്രവാചകത്വ പരമ്പരയുടെ അവസാനം കുറിച്ചുകൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നും പ്രഖ്യാപിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, യാസീൻ വൽ ഖുർആനിൽ ഹകീം. യുക്തിഭദ്രമായ ഖുർആൻ, പ്രമാണങ്ങളുടെ കൃത്യത കൊണ്ടും വ്യക്തത കൊണ്ടും ലോകത്തെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ, ഹക്കീമായ ഗ്രന്ഥം, മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുകയും അവന് വ്യക്തമായ നേർമാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥം തന്നെയാണ് ആ സത്യം. അതൊരു ജീവിക്കുന്ന പരമാർത്ഥമാണ്. ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത പരമാർത്ഥമാണ്, മാറ്റം വരുത്താൻ കഴിയാത്ത പരമാർത്ഥമാണ്. അങ്ങനെ അത് അവതരണം പൂർത്തിയായത് മുതൽ ലോകത്തിന്റെ അവസാനം വരെയും നിലനിൽക്കുന്ന, ആർക്കും ഒരു മാറ്റത്തിനും വിധേയമാക്കാൻ സാധ്യമല്ലാതെ നിലനിൽക്കുന്ന ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വത്തിന്റെ നിദാനമാണ്, അതിന്റെ തെളിവാണ്. ആ ഖുർആനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പടച്ചതമ്പുരാൻ അയച്ച ദൈവദൂതന്മാരിൽ ഒരാളാണ്. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, വളരെ നേരെയായ
വളരെ ചൊവ്വായ ഒരു മാർഗത്തിലാണ് ഇല്ലാത്ത, അവ്യക്തതകളില്ലാത്ത, ഇരുട്ടില്ലാത്ത, സംശയമില്ലാത്ത ഒരു വ്യക്തമായ മാർഗത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. ഈ കാര്യം നാം ആദ്യമായി ഉൾക്കൊള്ളുകയും എന്നിട്ട് ആ മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണം. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. യാ അയ്യുഹൻ നബിയ്യു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തിന്റെ മറ്റൊരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അഭിസംബോധന ചെയ്തത് പ്രത്യേക തരത്തിലാണ്. മറ്റു പല പ്രവാചകന്മാരെയും അള്ളാഹു പേരെടുത്ത് വിളിക്കുമ്പോൾ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരെടുത്തുകൊണ്ടുള്ള ഒരു അഭിസംബോധനം ഖുർആൻ നടത്തിയിട്ടില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും യാ നൂഹു എന്ന് പറഞ്ഞുകൊണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ, ഇബ്രാഹിം താങ്കൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് യാ മൂസ എന്ന് വിളിച്ചുകൊണ്ടുള്ള വചനങ്ങൾ. അതുപോലെ യാ യഹ്യ ഖുദിൽ കിതാബക ബിഖുവ്വ, യഹ്യ നബിയുടെ പേര് വിളിച്ചുകൊണ്ട് നീ വളരെ കരുത്തോടുകൂടി ആ ഗ്രന്ഥത്തെ എടുത്തുകൊള്ളുക. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ, അതുപോലെ തന്നെ നിനക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് യാ സക്കരിയ, സക്കരിയ നിനക്കിതാ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. യാ ഈസ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, ഈസ താങ്കൾ പറഞ്ഞ ജനങ്ങളോട് എന്നെയും എന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ദൈവമായി സ്വീകരിക്കണം എന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് പറയുമ്പോൾ ഒരിക്കലും യാ മുഹമ്മദ് എന്നൊരു അഭിസംബോധനം ഖുർആൻ നടത്തിയിട്ടില്ല. നേരെ മറിച്ച് യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുർ റസൂലു എന്ന അഭിസംബോധനമാണ് പ്രവാചകനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നടത്തിയിട്ടുള്ളത്. യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തലാഖ് ചെല്ലുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ച് അവിടെ നബി എന്ന് പറഞ്ഞു. ഇവിടെ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, അല്ലയോ പ്രവാചകരെ താങ്കളെ നാം അയച്ചത്, താങ്കളെ നാം നിയോഗിച്ചയച്ചത് ഈ മനുഷ്യ ലോകത്തിന് സാക്ഷികളായി. ആ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവരുടെ ഐഹിക പാരത്രിക വിജയത്തിന് ആവശ്യമായ തത്വങ്ങളെയും നിർദ്ദേശങ്ങളെയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അയച്ചു കൊടുത്തിട്ടുള്ള പ്രവാചകനാണ് എന്നതിന് ജനങ്ങളുടെ മുമ്പിൽ സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, പ്രവാചകൻ നിങ്ങളുടെ മേൽ സാക്ഷിയും നിങ്ങൾ അഥവാ മുസ്ലിം സമുദായം മറ്റ് സമുദായങ്ങളുടെ മേൽ സാക്ഷിയുമായിട്ട് എന്ന് പറഞ്ഞത്. അതല്ലേ പരലോകത്ത് അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ചില നബിമാർ അവരുടെ പ്രവാചകത്വത്തിന്റെ സാക്ഷികളായി നിങ്ങൾക്ക് സാക്ഷികൾ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ആളുകൾ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത് അനുയായികളില്ലാത്ത പ്രവാചകന്മാർ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നതിന് സാക്ഷി നിൽക്കാൻ ആരുണ്ട് എന്ന് ആ പ്രവാചകനോട് ചോദിക്കുമ്പോൾ അസ്ഹാബു മുഹമ്മദുൻ വ അസ്ഹാബുഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് ആ സാക്ഷി നിൽക്കാൻ ഇവിടെ കഴിവുള്ള ആളുകൾ. കാരണം എന്റെ പ്രവാചകത്വത്തിനും എന്റെ റിസാലത്തിനും അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായമാണ്. അപ്പോൾ ആ നിലക്ക് എല്ലാ പ്രവാചകന്മാരുടെയും സമുദായത്തിന്റെയും മേൽ സാക്ഷികളായി വരുന്ന പ്രവാചകനും ആ പ്രവാചകന്റെ അനുയായികളും അങ്ങനെയുള്ള ഷാഹിദൻ വ മുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, വനദീറ മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ കിട്ടും, ഇന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ദുഷിപ്പിച്ചാൽ അതുകൊണ്ടുള്ള പരാജയം നിങ്ങൾക്കുണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നവനും ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ക്ഷണിക്കുക. സഹോദരന്മാരെ, ഇത് ദൗത്യമാണ്, ഇതൊരു ഉദ്യോഗമാണ്, ഇതൊരു ഡ്യൂട്ടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ബിഇദ്നിഹി വസിറാജൻ മുനീറ, കത്തിജ്വലിച്ചു നിൽക്കുന്ന വിളക്കുമാടം അല്ലെങ്കിൽ വിളക്ക്, അങ്ങനെ രാവും പകലും ഒരുപോലെ കാണാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തറക്തുക്കും അലാ മഹജ്ജത്തിൻ ബൈളാ ലൈലുഹാ കനഹാരിഹാ വലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, നിങ്ങളെ ഞാൻ തുറന്ന ഒരു വഴിയിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. ആ വഴിയിൽ അവ്യക്തതകളില്ല, ഇരുട്ടില്ല, അവ്യക്തതകളില്ല, വഴിതെറ്റിപ്പോകുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് അവിടെയുള്ള രാവും പകലും ഒരുപോലെയാണ്. ആർക്കെങ്കിലും വഴിതെറ്റണമെങ്കിൽ സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ വഴിയിൽ പ്രവേശിച്ചവൻ വഴിതെറ്റുകയില്ല. ആ വഴി ഏതാണെന്ന് കണ്ടെത്തണം.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹാദത്ത് പറഞ്ഞാൽ മാത്രം പോരാ. ആ വഴി ആരാണ്, ആ വെളിച്ചം ഏതാണ്, ആ വിളക്കേതാണ്, ആ പ്രവാചകന്റെ മാർഗം എന്താണ് എന്ന് കണ്ടെത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. ശക്ക ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദു വഹാദാ മുഹമ്മദു നബിയ്യുൻ അതാനാ ബഅദ യസിം വഫത്രത്തിൻ മിനർ റുസുലി വൽ ഔസാനു ഫിൽ അർളി തുഅബദു ഫഅംസാ സിറാജൻ മുസ്തനീറൻ വഹാദിയൻ യലൂഹു കമാലാഹ സഖീലുൽ മുഹന്നദു ഫഅൻദറനാ നാറൻ വബശറ ജന്നതൻ വഅല്ലമനൽ ഇസ്ലാമ ഫല്ലാഹ നഹ്മദു ശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു. പടച്ചവന്റെ നാമത്തിൽ നിന്ന് തന്നെ അനുയോജ്യമായ ഒരു നാമം പടച്ചവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെരഞ്ഞെടുത്തു. കാരണം ഫദുൽ അർശി മഹ്മൂദു, ആ സിംഹാസനത്തിന്റെ ഉടമക്കാരനായ പടച്ചവൻ സ്തുത്യർഹനാണ്, സ്തുതിക്കർഹതപ്പെട്ട എന്ന ഒരു പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്തു. അറബികൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു നാമം, മുൻപ് ഏതെങ്കിലും ഒരു ശഖ്സിയത്തിന്, ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് കൊടുക്കപ്പെടാത്ത നാമം. ആ നാമമാണ് അബ്ദുൽ മുത്തലിബ് തന്റെ പൗത്രന് തെരഞ്ഞെടുത്തിട്ടുള്ളത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം. അങ്ങനെ ആ നാമം മഹ്മൂദ് എന്ന പടച്ചവന്റെ നാമത്തിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. മാത്രമല്ല നബിയുന്ന താനാ ബഅദ യസിം വഫത്രത്തിൻ, ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെ ആഗമനം കഴിഞ്ഞ് ഒരു നീണ്ട കാലം പ്രവാചകന്മാരാരുമില്ലാതെ നിരാശയുടെയും അതുപോലെ തന്നെ വഴികേടിന്റെയും ഒരു കാലഘട്ടത്തിനിടക്ക് സന്തോഷ വാർത്തയുമായി മിനർ റുസുലി, പ്രവാചകന്മാരുടെ ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന പ്രവാചകനാണ് വൽ ഔസാനു ഫിൽ അർളി തുഅബദു. അപ്പോഴേക്ക് ആ പ്രവാചകത്വത്തിന്റെ, പ്രവാചകന്മാരുടെ മാർഗങ്ങളൊക്കെ വിസ്മരിക്കപ്പെട്ടുകൊണ്ട് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുകയും തൗഹീദ് മറന്നുപോവുകയും ചെയ്ത ഒരു നീണ്ട കാലഘട്ടത്തിന്റെ ഒടുവിൽ വെളിച്ചവുമായി വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫഅംസാ സിറാജൻ മുസ്തനീറൻ വഹാദിയ, ആ മനുഷ്യ സമൂഹത്തിനിടയിൽ അദ്ദേഹം സിറാജൻ വിളക്കായും, മുസ്തനീറൻ പ്രകാശിക്കുന്ന, വഹാദിയൻ വഴികാണിക്കുന്ന, യലൂഹു കമാലാഹ സഖീലുൽ മുഹന്നദു, അങ്ങനെ കടഞ്ഞെടുത്ത മൂർച്ചയുള്ള ഒരു വാൾ മിന്നിത്തിളങ്ങുന്നത് പോലെ മനുഷ്യ സമൂഹത്തിനിടക്ക് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നിത്തിളങ്ങി. വഅൻദറനാ നാറൻ വബശറ ജന്നതൻ, ആ നരകത്തെക്കുറിച്ച് നമ്മോട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. വഅല്ലമനൽ ഇസ്ലാമ ഫല്ലാഹ നഹ്മദു, ഇസ്ലാം എന്താണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ആ റസൂൽ. അതുകൊണ്ട് ഫല്ലാഹ നഹ്മദു, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു മാർഗദർശിയെ ലഭിച്ചതിൽ, ഇങ്ങനെയുള്ളൊരു വഴികാട്ടിയെ കിട്ടിയതിൽ, ഇങ്ങനെയുള്ള രാവും പകലും ഒരുപോലെ വ്യക്തമായി കാണാവുന്ന ഒരു തുറന്ന സ്ഥലത്ത്, വ്യക്തമായൊരു വഴിയിൽ, ഒരു സന്മാർഗത്തിന്റെ പാതയിൽ ഞങ്ങളാകുന്ന മനുഷ്യ സഞ്ചയത്തെ എത്തിച്ചു തന്നതിൽ ഞങ്ങൾ ഫല്ലാഹ നഹ്മദു, പടച്ചവനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള ആ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മാതൃകയും അദ്ദേഹത്തിന്റെ സ്വഭാവവും പഠിക്കാനും അത് സ്വീകരിക്കാനും അത് പിൻപറ്റാനുമാണ് നാം തയ്യാറാകേണ്ടത്. കാരണം ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, മുശ്രിക്കുകളായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, എന്താണ്, നീ ഒരു പ്രവാചകനാണ് എന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ശിക്ഷകളിൽ ഏതെങ്കിലും ഒരു ശിക്ഷ ആകാശത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു സമൂഹം ഭൂമിയിലേക്ക് ആണ്ടുപോകട്ടെ, അല്ലെങ്കിൽ ഒരു മഹാപ്രകമ്പനം കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കപ്പെടട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ കൊണ്ടുവന്ന് രിജിസും മിനസ്സമായി, ആകാശത്തിൽ നിന്നുള്ള ഒരു മഹാശിക്ഷ വന്നുകൊണ്ട് ഞങ്ങളെ പിടികൂടട്ടെ, എന്നാലേ നീ ഒരു പ്രവാചകനായി ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അല്ലാഹു ഇറക്കിയ വചനം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. താങ്കൾ ഏതൊരു സമൂഹത്തിൽ താങ്കളുടെ സാന്നിധ്യമുണ്ടോ ആ സമൂഹത്തിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയില്ല. അവർ എത്ര ധിക്കാരം കാണിച്ചാലും, അവരെത്ര കൊള്ളരുതായ്മകൾ പ്രവർത്തിച്ചാലും, പല സമുദായങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും സമുദായങ്ങളെയും നാടുകളെയും നാഗരികതകളെയും പടച്ചതമ്പുരാൻ മുമ്പ് പരിപൂർണമായും ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തിക്കളയുകയോ പ്രകമ്പനം കൊണ്ട് ഇടിച്ച് പൊടിയാക്കി വെണ്ണീറാക്കി കളയുകയോ അവരുടെ മേൽ കടുത്ത കാറ്റുകൾ അയച്ചുകൊണ്ട് അങ്ങനെ വലിയ വൻമരങ്ങൾ വീണുപോയതുപോലെ അവർ വീണുപോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവാചക സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യമുള്ള ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല. അത് പ്രവാചകനുള്ള ബഹുമാനമാണ്, പ്രവാചകനുള്ള ആദരവാണ്. മറ്റു പല നബിമാരും
ആ നബിമാരുടെ സന്നിധിയിൽ തന്നെ അവരുടെ ജനങ്ങളെ അവരുടെ ധിക്കാരം കൊണ്ട് പടച്ചവൻ നശിപ്പിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യം അവർക്ക് കാരുണ്യവും അവർക്ക് സംരക്ഷണവുമാവുകയാണ് ചെയ്തത് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവത്തിൽ ഒരു മലക്കുൽ ജിബാൽ, മലകളുടെ മലക്കിനെ സംബന്ധിച്ച ഒരു സംഭവമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ദിവസം ഏതാണ്? ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ദിവസം ഏതാണ്? അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖബയുടെ കാലഘട്ടം. അഖബയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് ചെന്നു. അവിടെ അബ്ദുല്ലാൽ എന്ന് പറയുന്ന ഗോത്രമേധാവിയെ കണ്ട് അവരോടൊന്ന് സംസാരിച്ച് ആ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ജനങ്ങൾ നബിയെ വളരെയധികം ക്രൂരമായി ശകാരിച്ചു, ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു, എല്ലാവിധത്തിലുള്ള ചീത്തപ്പേരുകളും വിളിച്ചു. തെണ്ടിപ്പിള്ളേരുകൾ വന്ന് തന്റെ ചുറ്റും വലയം ചെയ്ത് തനിക്കില്ലാത്ത അധമമായ ആരോപണങ്ങൾ അവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ ഇടിച്ച് താഴ്ത്തി അവർ സംസാരിച്ചു. മാത്രമല്ല, ഒരു വേള ചൂടുള്ള ആ മണ്ഡലാരണ്യത്തിൽ അദ്ദേഹത്തിന്റെ രക്തം അവരെറിഞ്ഞ ആ കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ് താഴെ വീണു. ഈ സന്ദർഭത്തിലാണ് ആകാശലോകത്തിൽ നിന്ന് ഒരു അശരീരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. ഒരു മേഘം അങ്ങനെ കടന്നു വരുന്നു. ആ മേഘത്തിന്റെ കൂടെ ജിബ്രീൽ, ആ മേഘപ്പാളികൾക്കിടയിൽ ജിബ്രീൽ, അന മലക്കുൽ ജിബാൽ, ഈ മലകൾ അത് എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ പറയുന്ന പക്ഷം, നീ കൽപ്പിക്കുന്ന പക്ഷം, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നീ കൽപ്പിക്കുന്ന പക്ഷം ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ ആവശ്യപ്പെടുകയാണെങ്കിൽ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ ഇടവും വലവും നിൽക്കുന്ന ഒന്ന് അബൂ ഖുബൈസ് എന്ന മലയും മറ്റൊന്ന് ഖുഐഖിയാൻ എന്ന് പറയുന്ന മലയും, ഇതാണ് ചരിത്രം പറയുന്നത്. രണ്ട് മലകളും താങ്കളെ ഈ രൂപത്തിൽ നിഷ്ഠൂരമായി ഉപദ്രവിച്ച സമൂഹത്തിന്റെ മേൽ മറച്ചിടാൻ, കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി താങ്കളുടെ നിർദ്ദേശം കിട്ടിയാലും അത് ചെയ്യാൻ പടച്ചവൻ എന്നെ അയച്ചതാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്ദർഭത്തിൽ അവരെ, ആ സമൂഹത്തെ നശിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് ബഹുദൈവ വിശ്വാസത്തിന്റെയും വിഗ്രഹാരാധനയുടെയും കൊള്ളരുതായ്മയുടെയും കൂത്തരങ്ങിൽ ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ മുതുകളിൽ നിന്ന് ഒരനന്തര തലമുറ പടച്ചവനെ മാത്രം ആരാധിക്കുന്ന, അവന്റെ ഉലൂഹിയത്തിനെ, അവനെ മാത്രമാണ് ഇലാഹി എന്ന് അംഗീകരിക്കുന്ന ഒരു സന്താന പരമ്പര പിന്നീട് ജനിക്കാൻ സാധ്യതയുണ്ട്. പടച്ചവനോട് ഞാൻ അതാണ് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നത്, പടച്ചവനോട് പ്രതീക്ഷയോടുകൂടി ആവശ്യപ്പെടുന്നത് അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തനിക്ക് വേണ്ടി ഒരിക്കലും നബി ആരോടും ഒരു പ്രതികാരം എടുത്തിട്ടില്ല. തന്നെ ഉപദ്രവിച്ചവരോട് ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദ്രവം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കാതെ വളരെ കൃത്യമായി അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുകയും ശിർക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും തൗഹീദിലേക്ക് അവരെ കൊണ്ടുവരികയും അവരുടെ സ്വഭാവത്തിലും നടപടിക്രമങ്ങളിലും സംസ്കരണം കൊണ്ടുവരികയും അവരുടെ ബാഹ്യ രൂപവും ആന്തരിക രൂപവും സംസ്കരിക്കുകയും ചെയ്തു. കേവലം ആന്തരിക രൂപമല്ല, ഈമാനൊക്കെ ഹൃദയത്തിലല്ലേ, പിന്നെ എന്തിനാണ് പുറത്തൊരു അടയാളങ്ങൾ എന്ന് പറയലല്ല ഒരു മുസ്ലിമിന്റെ സ്വഭാവം. ഈമാൻ ഉള്ളിലുള്ളതുപോലെ തന്നെ ഈമാനിന്റെ പ്രകടമായ അടയാളങ്ങൾ മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ പുറത്തും കാണണം. അവന്റെ വസ്ത്രധാരണയിലും അവന്റെ ശാരീരിക രൂപത്തിലും അവന്റെ പെരുമാറ്റത്തിലും അവന്റെ നടപടിക്രമങ്ങളിലും അവന്റെ കുടുംബജീവിതത്തിലും അവന്റെ സാമൂഹ്യ ജീവിതത്തിലും അവന്റെ കച്ചവടങ്ങളിലും അവന്റെ കൊള്ളക്കൊടുക്കുകളിലും അവന്റെ എല്ലാ ബന്ധങ്ങളിലും അവൻ ഉള്ളിലുള്ള ഈമാൻ അതിന്റെ പ്രകടമായ പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. അതുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ ആ ഷഹാദത്തിന്റെ സാക്ഷിത്വം, ആ ഷഹാദത്തിന്റെ സാക്ഷാത്കാരം അവരുടെ ജീവിതത്തിലൂടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്, സുന്നത്തിലൂടെ ജീവിച്ചുകൊണ്ട്, സുന്നത്തിനെ പ്രചരിപ്പിച്ചുകൊണ്ട്, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ നീങ്ങണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوان وصيكم ثاني بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന ആ മഹത്വത്തിന് അർഹമാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ സംസ്കരിക്കുന്നതിന്റെയും
അവരോടുള്ള പെരുമാറ്റത്തിന്റെയും അത് അദ്ദേഹത്തിന്റെ ദഅവത്തിൽ സ്വാധീനിച്ചതിന്റെയും ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് സുമാമത്ത് ബിൻ അസാൽ എന്ന സഹാബിയുടെ സംഭവം. യമാമ എന്ന് പറയുന്ന ഗോത്രവർഗക്കാരുടെ ഒരു നാട്, വളരെ പ്രധാനപ്പെട്ട പ്രശംസനീയമായ പല ഗോത്രമഹാത്മ്യങ്ങളും നിലനിൽക്കുന്ന ഒരു നാടാണ് യമാമ. ആ യമാമയിൽ നിന്ന് മുശ്രിക്കായ വിഗ്രഹാരാധന നടത്തുന്ന സുമാമ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ മദീനയിലൂടെ കടന്നു വരുന്ന സന്ദർഭത്തിൽ സഹാബികളിൽ ചിലർ അദ്ദേഹത്തെ പിടികൂടുകയും അത് പ്രവാചകൻ വിവരമറിയുകയും ചെയ്തു. സുമാമ ഒരു മഹാസമൂഹത്തിന്റെ നേതാവാണ്. പിടികൂടപ്പെട്ട സുമാമ അയാളെ മസ്ജിദ് നബവിയുടെ തൂണിൽ ബന്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവർ കൊണ്ടുവന്ന് മസ്ജിദ് നബവിയുടെ ഒരു തൂണിൽ സുമാമത്ത് ബിൻ അസാലിനെ കെട്ടിയിട്ടു. കുറച്ചു കഴിഞ്ഞാണ് നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, യാ സുമാമ മാ ബാലുക്, എന്താണ് നിന്റെ സ്ഥിതി? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരാജയപ്പെടുത്തി ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇൻ കുൻത തഖ്തുലുനി ഇന്നമാ തഖ്തുലു ബിദമിൻ മൻ ലഹു ദമുൻ വഇൻ തഅഫു വഇന്നമാ തഅഫു അൻ ശാകിരിൻ ഫഇന്നമാ തത്ലുബു മാലൻ തുഅതഹു. നീ എന്നെ കൊന്നുകളയുകയാണെങ്കിൽ എന്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന 10,000 പിന്നിലുണ്ട്. അങ്ങനെ രക്തം നഷ്ടപ്പെട്ടു പോകാത്ത ഒരാളെയാണ് നീ കൊല്ലുന്നതെന്ന് ഓർക്കണം. നീ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ മാപ്പിന് ശേഷം നന്ദി കാണിക്കുന്നവനാണ് ഞാൻ എന്നും താങ്കൾക്കറിയാം, ഞാൻ അറിയിച്ചു തരും. അല്ല, എന്നെ കെട്ടിയിട്ടതിൽ നിന്ന് വലിയൊരു സാമ്പത്തിക നേട്ടമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് എനിക്ക് ഒരു പ്രയാസവുമില്ല, ഇഷ്ടം പോലെ പണം തരാൻ ഞാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിക്കാതെ പോയി. ആ നമസ്കാരമൊക്കെ നടന്നു. അദ്ദേഹം ഖുർആൻ കേൾക്കട്ടെ. അങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങളും പ്രവാചകനും സഹാബികളും തമ്മിലുള്ള ബന്ധങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ കാണുന്നു. ഇങ്ങനെ ഈ അവസ്ഥ 3 ദിവസങ്ങളിലായി ആവർത്തിക്കപ്പെടുന്നു. അപ്പോഴൊക്കെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയുടെ അടുക്കൽ വന്നുകൊണ്ട് വിവരങ്ങൾ തിരക്കുന്നു. സുമാമ ഇതേ നേരത്തെ പറഞ്ഞ മറുപടികൾ പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുന്നു. 3-ാമത്തെ ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അദ്ദേഹത്തോട് പോകാൻ പറയുകയാണ്. കെട്ടഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മാർഗം വെറുതെ വിടണമെന്ന്, അദ്ദേഹത്തെ ഒഴിവാക്കി വിടണമെന്ന് സഹാബത്തിനോട് പറഞ്ഞു. കെട്ടക്കഴിച്ചു, അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു. വഅൻത തലീഖ്, താങ്കൾ മോചിതനാണ്, താങ്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത ഒരു തോട്ടത്തിൽ പോയി അദ്ദേഹത്തിന്റെ ശരീരശുദ്ധിയൊക്കെ വരുത്തി വസ്ത്രത്തിന്റെ വൃത്തികേടുകളൊക്കെ മാറ്റി അദ്ദേഹം തിരിച്ച് മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. ഇത് അപ്രതീക്ഷിതമാണ്. അങ്ങനെ അദ്ദേഹത്തോട് തിരിച്ചു വരാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. താങ്കൾക്ക് പോകാം, വന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എവിടെയാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങോട്ട് പോകാമെന്നാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കാണ് നമുക്ക് ഏറ്റവും ഗുണപാഠമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഞാനിവിടെ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖം താങ്കളുടേതായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മതം താങ്കളുടെ മതമായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ട നാട് താങ്കളുടെ ഈ നാടായിരുന്നു. ഞാനിവിടെ കടന്നു വരുമ്പോൾ എന്റെ അവസ്ഥ അതാണ്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ ഭൂലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി അത് താങ്കളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മതം അത് താങ്കളുടെ മതമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട് അത് താങ്കളുടെ നാടാണ്. അങ്ങനെ സുമാമത്ത് ബിൻ അസാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, ഞാൻ ഉംറ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോഴാണ് വഴിയിൽ വെച്ച് നിങ്ങളുടെ ആളുകൾ എന്നെ പിടിച്ചു കെട്ടിയത്. ഞാൻ എന്റെ യാത്രാ ലക്ഷ്യം പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് പോകാം. അദ്ദേഹം മക്കായിലെത്തുന്നു. മക്കായിലുള്ള ബഹുദൈവ വിശ്വാസികൾ വിവരം അറിയുന്നു. സുമാമയെ അവർക്ക് പരിചയമുള്ളതാണ്. അയാൾ സാധാരണക്കാരനായ മനുഷ്യനല്ല, ഒരു വലിയ മഹാസമൂഹത്തിന്റെ നേതാവാണ്, ഗോത്രമേധാവിയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ചില്ലറ അങ്കലാപ്പല്ല ഉണ്ടായത്. കാരണം ആ ഖുറൈശികളിലെ മക്കായിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ധാന്യങ്ങൾ, അവരുടെ ആഹാരം വരുന്നത് യമാമയിൽ നിന്നാണ്. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, ഇനി ഒരു തുള്ളി, ഒരു മണി ധാന്യം
യമാമയിൽ നിന്ന് ഇനി മക്കയിലെത്തുകയില്ല നിങ്ങൾക്ക്, കാരണം നിങ്ങൾ പ്രവാചകനെ ഉപദ്രവിക്കുന്നവരാണ്, പ്രവാചകനെ പുറത്താക്കിയവനാണ്. അതുകൊണ്ട് യമാമയിൽ നിന്ന് ഒരു ധാന്യം പോലും ഇനി ഇവിടെ വരികയില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത് തിരിച്ചുപോയി. ഖുറൈശികൾ കഷ്ടപ്പെട്ടു, അവർക്ക് ആഹാരം കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം അറിയുന്ന ആളുകളാണ്. അവർ പ്രവാചകനോട് അവരുമായുള്ള കുടുംബ ബന്ധത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും അതുപോലെ തന്നെ ചരിത്രത്തിന്റെയും ഒക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ യമാമയിൽ സുമാമയുടെ അടുക്കലേക്ക് ഒരു എഴുത്ത് കൊടുത്തേക്കണം, അദ്ദേഹം ഞങ്ങൾക്ക് ആഹാരം വിട്ടുതരട്ടെ, ഞങ്ങളുടെ എല്ലാ മൃഗപ്പുറത്തും കയറ്റി വരുന്ന ആഹാരങ്ങളെ അയാൾ തടഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്ത് കൊടുത്തേക്കുന്നു സുമാമക്ക്, സുമാമ ഇവരുടെ ആഹാരം തടയരുത്, അവരുടെ ഭക്ഷണം തടയരുത്, അതുകൊണ്ട് താങ്കൾ അവരുടെ ഭക്ഷണം വിട്ടുകൊടുക്കണം. സുമാമ പ്രവാചകൻ അനുസരിക്കുന്നു. ആ ഖുറൈശികൾക്ക് ആഹാരം കിട്ടുന്നു. അവിടെയും നിരന്തരമായി തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ, തന്റെ ദൈവത്തിന് തടസ്സം സൃഷ്ടിച്ച, തനിക്ക് ഏറ്റവും വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയ ആ ഖുറൈശികളോടും മുശ്രിക്കുകളോടും ബഹുദൈവാരാധകന്മാരോടും ഇവിടെ ഭൗതികമായ ഒരു വിഷയത്തിൽ അവരെ അങ്ങനെ നശിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് അവർക്ക് ആഹാരം കൊടുക്കാൻ സുമാമയോട് ശുപാർശ പറയുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സാധാരണ നിലയ്ക്ക് ആ സുമാമയെ കെട്ടിയിട്ട സന്ദർഭത്തിൽ ആളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ കൊന്നുകളയുകയോ ചെയ്തിരുന്നുവെങ്കിൽ എത്രമാത്രം അഗാധമായ ഒരു വിപത്താണ് വന്നുപെടുക. കാരണം യമാമയിൽ നിന്ന് മദീനയിലേക്ക് മാർച്ച് ചെയ്യാൻ പറ്റുന്ന 10,000ങ്ങളുടെ ഒരു വലിയ ഗോത്രത്തിന്റെ മേധാവിയായ സുമാമയെ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടും ഇസ്ലാമികമായ ആ സൽസ്വഭാവം കൊണ്ടും പ്രവാചകൻ നേരിട്ടു. അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് കടന്നു. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ശഖ്സിയത്ത് ഇത് നമുക്ക് പ്രബോധകന്മാർക്ക് പാഠമാണ്. ഇത് നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് പാഠമായിട്ടുള്ള ഒരു അനുകരണീയമായ മാതൃകയാണ്. അതുകൊണ്ട് ആ പ്രവാചകനെയാണ് നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ തഖല്ലുഖ്, അദ്ദേഹത്തിന്റെ ആ സ്വഭാവം, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ വിശ്വാസം, ദൃഢമായ വിശ്വാസം, പടച്ചവനുള്ള തവക്കുൽ, ആ കാര്യങ്ങളെല്ലാം നാം വ്യക്തമായി ഓർക്കുക. വളരെ ലളിതമായ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് വളരെ മനക്കരുത്തോടുകൂടി ഈ ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് മുന്നേറാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇഹലോകത്തും പരലോകത്തും അവൻ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിലുള്ള അധ്യയന വർഷം ജൂൺ മാസം ആരംഭിക്കുന്ന അവസരത്തിൽ പാവങ്ങളായ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പുസ്തകവും അവരുടെ കൊടയും യൂണിഫോമും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ചെറിയ സദക്കയുടെ ഏർപ്പാടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്, നിങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സമയമാണിപ്പോൾ. അത് വളരെ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവരവരുടെ കയ്യിലുള്ളത് എന്താണോ അത് എത്രയാണെങ്കിലും വലുതും ചെറുതുമായ സംഖ്യകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ആ പാവങ്ങളെ സഹായിക്കാനുള്ള സദക്കകൾ, കാരണം ആ സദക്ക എന്ന് പറഞ്ഞാൽ തുത്ഫി വലബർ റബ്ബ്, റബ്ബിന്റെ വലബ് കെടുത്തിക്കളയാനൊരു കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ ഒരുപാട് കുന്നുകൂടിയിട്ടുള്ള അവസ്ഥയിൽ പടച്ചവന്റെ ദേഷ്യം അതൊന്ന് കുറക്കാൻ സദക്ക ഉപകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി തീർക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين وأقيم الصلاة